4 വർഷം മുമ്പ് പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. അതുവരെ കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ അതായിരുന്നു. അതും കവളപ്പാറയ്ക്ക് ശേഷം അത് സംഭവിക്കുമ്പോൾ അതിൻ്റെ നടുക്കത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 70 പേരാണ് പെട്ടിമുടിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ 66 പേരെ കണ്ടെത്തി, 4 പേരെ കണ്ടെത്തിയില്ല. മാത്രവുമല്ല ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ടെറൈനിലാണ് അന്ന് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. പക്ഷേ കുറേ ആളുകളെ നമുക്ക് അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റി, കുറേ ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ഇന്നിപ്പോൾ പെട്ടിമുടി യഥാർത്ഥത്തിലൊരു ശ്മശാന ഭൂമിയായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. അതേപോലെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 8ാം ദിവസത്തേക്ക് കടക്കുകയാണ്. 6 സോണുകളായാണ് ഇന്ന് പരിശോധന നടത്തുക. ഇതുവരെ പരിശോധന സാധ്യമാകാത്ത സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും ഇന്ന് തിരച്ചിൽ നടത്തും. ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായി ചാലിയാറിൻ്റെ ഇരുകരകളിലും ഇന്നും പരിശോധനയുണ്ടാകും. അതായത് ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും 10-25 കിലോമീറ്റർ മാറിയുള്ള പരിശോധനയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിച്ചായിരിക്കും ഇന്ന് പരിശോധന. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 402ആയി. ഇത് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണ്. 218 മറ്റോ ആണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്ക്. കാരണം ഇനി കുറച്ചുപേരെ കാണാനുണ്ട്, ചില മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. 180 പേരെയാണ് ഇനി 180 പേരെയാണ് കണ്ടെത്താനുള്ളത്, മിസ്സിംഗ് ലിസ്റ്റിലുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ വരും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. കാരണം അവിടെയുള്ള ഈ അതിഥി തൊഴിലാളികളുടെ എണ്ണം കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിവിധ രീതികളിലാണ് സർക്കാർ ഈ മരിച്ചവരെയും ഒപ്പം തന്നെ മിസ്സിംഗ് ആയവരെയും ഒക്കെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പരിശോധന നടക്കുന്നു. അംഗൻവാടി ടീച്ചർമാരെ ഉപയോഗിക്കുന്നു. അതേപോലെ മിൽമ ക്ഷീരസഹകരണ സംഘം പോലെയുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അപ്പോഴും അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക ബാക്കിയാണ്. ഇവരെത്ര പേരുണ്ട്, എവിടെ നിന്നാണ് വന്നത്, ആർക്കും ഒരു ധാരണയില്ല. കാരണം അവരുടെ വിവരങ്ങളൊക്കെ പലപ്പോഴും ഡിജിറ്റലാക്കാതെ മാനുവലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആ മാനേജർമാരും ഇപ്പോൾ ജീവനോടെ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും കൃത്യമായ കണക്ക് നമുക്ക് ഇനി എത്ര നാൾ കഴിഞ്ഞ് പറയാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തത്. വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് നമ്മുടെ TV പ്രസാദും ഒപ്പം തന്നെ ദീപക് മലയമ്മയും ചേരുന്നു. ചൂരൽമലയിൽ നിന്നാണ് TV പ്രസാദ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. ദീപക് മലയമ്മ ചേരുന്നത് ഇന്ന് ചൂരൽമലയിൽ മുണ്ടക്കൈ ഭാഗത്ത് നിന്നാണ്. ആദ്യം ഞാൻ TV പ്രസാദിലേക്കൊന്ന് പോകാം. TV പ്രസാദ്, 8ാം ദിവസമാവുന്നു. ഇനി തെരച്ചിൽ നേരത്തെ ഉള്ളതുപോലെ നടത്തിയാൽ മതിയാവില്ല. കാരണം അവിടെ തെരച്ചിൽ പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല, ബോഡി കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോൾ സൺറൈസ് വാലിയിലേക്കാണ് ഫോക്കസ് പോകുന്നത്. കാരണം ഏറെക്കുറെ സർക്കാർ ഉറപ്പിച്ചോ മൃതദേഹങ്ങൾ ആ സ്ഥലത്ത് ഈ ചൂരൽമലയിലോ മുണ്ടക്കയിലോ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന്. മാത്രമല്ല ഇന്നലെ ഐബോർഡ് അടക്കം കൊണ്ടുവന്ന് തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും ഒരു പ്രയോജനവും കാര്യമായിട്ട് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. അവിടെ മഴയുണ്ടോ ഇപ്പോൾ? ഗുഡ് മോർണിംഗ് അരുൺ. മഴ തുടങ്ങാനിരിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ട ബെയിലി പാലം തുറന്നിട്ടില്ല, കുറച്ച് സമയം കൂടി കഴിയും തുറക്കാൻ. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ തുടങ്ങും. അരുൺ, കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള രക്ഷാപ്രവർത്തകരുടെ തിരക്ക് ഇന്നിവിടെ ഇല്ല. രക്ഷാപ്രവർത്തകരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനത്തിൻ്റെ തിരച്ചിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ സൺറൈസ് വാലിയിലാണ് ഇന്നിപ്പോൾ പ്രധാനമായും തിരച്ചിൽ നടക്കുക. അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ 180 പേരെ കാണാനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മുതൽ പറയുന്ന പാടികളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം എത്ര എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് ഇതുവരെയും ലഭ്യമല്ല. അങ്ങനെയാണെങ്കിൽ എണ്ണം ഒരുപാട് കൂടാനാണ് സാധ്യത. ഈ പറയുന്ന തകർന്ന വീടുകൾ ഏതാണ്ട് മുഴുവൻ പരിശോധിച്ചു. ഈ ഉരുളൊഴുകി വന്ന വഴികളെല്ലാം 20ഉം 25ഉം ഹിറ്റാച്ചികൾ വെച്ച് കുഴിച്ചു നോക്കി. എവിടെയും മൃതദേഹങ്ങൾ കാണാനില്ല. പക്ഷേ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് 1 മണിക്കൂർ പോലും പൂർത്തിയാകുന്നതിന് മുമ്പാണ് ചാലിയാറിൽ നിന്ന് പോത്തുകല്ലിൽ നിന്ന് മൃതദേഹങ്ങൾ കിട്ടിത്തുടങ്ങിയത്. അതിനർത്ഥം ബഹുഭൂരിപക്ഷം മൃതദേഹങ്ങളും ഉരുൾപൊട്ടലിൻ്റെ ശക്തിയിൽ ഈ പുഴ വഴി ഒഴുകിപ്പോയി എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ചുള്ള ആ ഭാഗത്ത് ധാരാളമായി ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് നേരിട്ട് എത്താനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ കൂടി സഹായത്തോടെ അവിടെ പരിശോധന നടത്താനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, 3 ചെറുപ്പക്കാർ അവിടേക്ക് പോകുന്നു, അവിടെ പരിശോധന നടത്താൻ പോകുന്നു, അവിടെ കുടുങ്ങിപ്പോകുന്നു. അത് തന്നെയായിരിക്കും സാധാരണഗതിയിൽ പോയാലുള്ള സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു സാങ്കേതിക വിദ്യയിലൂടെ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാം എന്ന നിലയിലേക്ക് എത്തുന്നത്. കാരണം ആ പാറക്കെട്ടിനിടക്ക് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല ആ പ്രദേശങ്ങളിലുള്ളവർ പല ഭാഗത്തു നിന്നും ദുർഗന്ധമുണ്ട് എന്ന അഭിപ്രായം പറയുന്നുമുണ്ട്. ഇപ്പോൾ പ്രധാനമായും ദുർഗന്ധം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ അവിടെ കേന്ദ്രീകരിക്കുന്നത്. അവിടെ
അവിടെ നിന്നാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇപ്പോൾ ബോഡി കിട്ടുകയും ചെയ്യുന്നത്. ആ ഫയർഫോഴ്സ് ആയാലും NDRF ആയാലും കരസേനയായാലും മറ്റ് രക്ഷാ ദൗത്യത്തിൽ ഉൾപ്പെട്ടവരായാലും എല്ലാം ഇപ്പോൾ ഏതാണ്ട് ഉരുളൊഴുകിയ വഴി ഏതാണ്ട് 90% പരിശോധിച്ചു കഴിഞ്ഞു. എന്നിട്ടും 180-ലേറെ ആളുകൾ കാണാമറയത്ത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള പാറയിടുക്കിൽ ഇവർ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത തന്നെയാണ്. ആദ്യം ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്നത് വീടിൻ്റെ മേൽക്കൂരയൊക്കെ എടുത്ത് വീടിനകത്തെ ആളുകളെ ഏതാണ്ട് പൂർണ്ണമായി കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു സന്നദ്ധ പ്രവർത്തകർക്കെല്ലാം ഉണ്ടായിരുന്നതെങ്കിൽ ആദ്യത്തെ വീടിൻ്റെ മേൽക്കൂര മാറ്റുന്നത് നമുക്കറിയാവുന്നതുപോലെ സുദേവൻ്റെ വീട്ടിൻ്റെ മേൽക്കൂരയാണ്. മെഷീൻ ആദ്യം മനുഷ്യർ മാറ്റാൻ നോക്കി. ഏതാണ്ട് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ശ്രമിച്ചു, നടന്നില്ല. ആ മേൽക്കൂര മാറ്റുമ്പോഴാണ് അതിൻ്റെ അടിയിൽ വലിയ അളവിൽ കല്ലും മണ്ണും പാറകളും അതുപോലെ മരങ്ങളും വന്ന് കിടന്ന് നിറഞ്ഞ് അസ്ഥിവാരവും മേൽക്കൂരയും മാത്രം ബാക്കി. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ മണ്ണും കല്ലും മാത്രം. ഒരൊറ്റ മൃതശരീരങ്ങൾ വീട്ടിലുള്ളിലില്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. സുദേവൻ്റെ വീട്ടിൽ നിന്ന് ഇനിയും ആളുകളെ കിട്ടാനുണ്ട്. അങ്ങനെ പുഞ്ചിരിമട്ടം വരെയുള്ള വീടുകളിലെല്ലാം തെരച്ചിൽ നടത്തിയപ്പോൾ ഇതായിരുന്നു സ്ഥിതി. പക്ഷേ പിന്നീട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഈ പുഴയിൽ നിന്നാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനർത്ഥം അരുൺ ചോദിച്ചിരുന്നോ? തുടർന്നോളൂ TV പ്രസാദ്, ഇവിടെ PCR പറഞ്ഞതാണ്, തുടർന്നോളൂ. ഓക്കെ, അതിനർത്ഥം അരുൺ, നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഉരുൾപൊട്ടലിൻ്റെ ശക്തിയിൽ വീട്ടിൽ ഉള്ളവരെല്ലാം ഒരുപക്ഷെ ഇതിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ അവരെ തട്ടിത്തെറിപ്പിച്ച ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിലേക്ക് വന്നിട്ടായിരിക്കണം ഒരുപക്ഷെ ഇതിലേക്ക് പോയത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഈ വീടുകൾ പരിശോധിക്കുമ്പോഴും അതല്ലെങ്കിൽ ഉരുളൊഴുകിയ മറ്റ് വഴികൾ പരിശോധിക്കുമ്പോഴും ഈ മൃതദേഹങ്ങൾ നമുക്ക് കിട്ടേണ്ടതാണ്. ഏതാണ്ട് പകുതിയിലധികം ആളുകളെ ഇപ്പോഴും കണ്ടുകിട്ടാനുണ്ട് എന്നുള്ളിടത്താണ് ഇനിയിപ്പോൾ ഉള്ള രക്ഷാദൗത്യത്തിൻ്റെ ഒരു പ്രസക്തി. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തെരച്ചിൽ തുടരാതെ വയ്യ. കാരണം ഇതെവിടെ എന്ന ചോദ്യത്തിനൊരു ഉത്തരം വേണം. ഏതാണ്ട് എല്ലാ മൃതദേഹങ്ങളും കിട്ടിയില്ലെങ്കിൽ പോലും അടുത്തെങ്കിലും, ഇതിപ്പോൾ 180 എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ സംഖ്യയായി ബാക്കി നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഈ ഒരു സ്റ്റേജിൽ സർക്കാരിന് അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കാനാകില്ല. അതിപ്പോൾ ഫയർഫോഴ്സ് ആയാലും NDRF ആയാലും മറ്റ് സന്നദ്ധ പ്രവർത്തകരായാലും എല്ലാ സംവിധാനങ്ങളായാലും അവർക്ക് കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെ ചൂരൽമലയിൽ നിന്ന് ഇപ്പോൾ തുടങ്ങും. അരുൺ, ചൂരൽമലയിൽ കനത്ത മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ ശക്തമാവുകയാണ്. ഇന്നലെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് അനുകൂലമായി വൈകിട്ട് വരെയൊക്കെ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗമെല്ലാം 4-5 തവണ ഹിറ്റാച്ചികൾ വെച്ച് വലിച്ച ഭാഗമാണ്. പക്ഷേ ഇവിടെയൊന്നും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൊട്ട് താഴെ വില്ലേജ് ഓഫീസിനോട് ചേർന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് അതിനർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇതുവഴി ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകി വന്ന് അടിയാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം അടിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒഴുക്കിൽ നേരെ ഇവിടുന്ന് 12 കിലോമീറ്റർ അപ്പുറമുള്ള ചാലിയാറിനോട് ചേർന്നുള്ള പോത്തുകൽ ഭാഗത്തു നിന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി തെരച്ചിൽ ഊർജിതമാക്കുക എന്നുള്ളത് ഒരു 1, 2, 4, 6, 8 ഇന്നലെ നമ്മുടെ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പൈക്കളായിരിക്കും. ഇന്നലെ ശങ്കരൻ ചേട്ടൻ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു, അതേപോലെ 2-3 ചേച്ചിമാരൊക്കെ അവരുടെ പൈക്കളെ കാണാനില്ല എന്ന് പറഞ്ഞു. ആ ഫ്രെയിമിൽ കുറേ പൈക്കളെ കാണുന്നുണ്ട്. അട്ടമല ഭാഗത്തു നിന്ന് വന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. അവർ ഉടയോരെ കാത്തു നിൽക്കുന്നതായിരിക്കുമല്ലേ ആ പൈക്കളെല്ലാം? അരുൺ, ഒരുപക്ഷെ ഇവിടെയുള്ള ഒരു രീതി, ഈ എസ്റ്റേറ്റിലുള്ള പശുക്കളെ ഇവർ രാവിലെ തുറന്നു വിടും. രാവിലെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് പോയി കുറേ പുല്ലൊക്കെ തിന്ന് വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഇന്നലെ ഇപ്പോൾ നമ്മൾ പോയ സമയത്തും ഇതുപോലെ ഒരുപാട് പശുക്കൾ അവിടെ ഇവിടെയൊക്കെ മേയുന്നുണ്ടായിരുന്നു. ഇനി ആ പശുക്കളാണോ എന്ന കാര്യം അറിയില്ല. അത് അതിൻ്റെ ഒരു ജീവിത രീതിയാണ്. രാവിലെ അതിനെ ഇളക്കി വിടും. ഈ തേയിലക്കാട്ടിൻ്റെ അതിൻ്റെ ഇടയിലുള്ള പുല്ലുമൊക്കെ തിന്ന് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് വരുന്നൊരു രീതിയാണ്. ഒരുപക്ഷെ അതിൽപ്പെട്ടതായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാണാതായ ആരുടെയെങ്കിലും പശുക്കളാണോ എന്നുള്ളതാണ്. മാത്രമല്ല അതുകൂടാതെ ഒരുപാട്
പശുക്കൾ ചത്തുപോയിട്ടുമുണ്ട്. ഒരുപാട് പശുക്കൾ എന്തായാലും ഇതിൽ ഞാൻ പ്രസാദ് ഒന്ന് വരാം, ഒന്ന് ദീപക് മലയമേലേക്ക് ഒന്ന് പോയിട്ട് വരാം. ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഇത് ഈ മരണത്തിന്റെ കണക്കുകളൊക്കെ എത്രയുണ്ട്, സംസ്കാര ചടങ്ങുകൾ, അതിനെക്കുറിച്ചൊക്കെ ചില വിവരങ്ങൾ പ്രേക്ഷകർക്ക് അറിയണം എന്നുണ്ട്. ദീപക് മലയമേലേക്ക് ഞാനൊന്ന് പോയിട്ട് ടി വി പ്രസാദിലേക്ക് വരാം. ഏതായാലും മഴ നനയാതെ സൂക്ഷിച്ചു നിന്നോളൂ. ഇനിയിപ്പോൾ മറുഭാഗത്ത് ഇന്ന് തെരച്ചിൽ ദുഷ്കരമാവുകയും ചെയ്യും. മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ചെളികളെല്ലാം ഇളവും. ഇന്നലെ ഒന്ന് ആ റോഡ് വഴിയൊക്കെ ഒന്ന് പോകാൻ നമുക്ക് പറ്റുമായിരുന്നു. അപ്പോൾ ചെളി വരുന്നു എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. മാത്രവുമല്ല, ഇന്ന് ഇപ്പോൾ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ ഒരുപാട് പേർ രക്ഷാപ്രവർത്തനത്തിനെത്തി. അത്രയും ആളുകളുടെ ആവശ്യം ഇനി അക്കരയിലില്ല, അത് വേറൊരു സത്യം. ഇനി നമുക്ക് അവരുടെ വീടൊക്കെ വെച്ച് കൊടുക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആവശ്യം. പക്ഷേ ഇന്നിപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ സന്നദ്ധ സംഘടനകളുടെ ആ ഭാഗത്തേക്കുള്ള ഒഴുക്ക്. പ്രവൃത്തി ദിനമാണ്, നമ്മൾ എത്ര ദിവസം അവിടെ നിൽക്കും. പക്ഷേ പല ആളുകളും ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയാണെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു തന്നെ നിൽക്കുന്നു. പല ക്യാമ്പുകളിലുമുള്ള സേവനമാണ് ഇനി നമുക്ക് ഉറപ്പുവരുത്തുന്നത്. അത് ഊഴമിട്ട് കൃത്യമായ രജിസ്റ്റർ രേഖപ്പെടുത്തി ആ സന്നദ്ധ പ്രവർത്തകരെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. കാരണം ദിവസങ്ങൾ കഴിയും തോറും ഉണ്ടല്ലോ നമുക്കിതിൻ്റെ ഒരു ആഘാതത്തിൻ്റെ ശേഷി കുറയുമ്പോൾ നമ്മുടെ പ്രതികരണവും അതേപോലെ ആയിത്തീരും. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മളുടെ ജീവിതത്തിൽ വീട്ടിൽ സംഭവിച്ചതല്ല എന്നുള്ളതാണല്ലോ വാസ്തവം. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് അങ്ങ് മടങ്ങും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അങ്ങനെ വന്ന് ഇതിൽ നിന്ന് അങ്ങ് അകന്നു പോകും. പിന്നീട് ഇത് നമുക്കൊരു വാർത്തയിലെ ഒരു ബുള്ളറ്റിനിലേക്ക് മാത്രമേ തീരും. മണിക്കൂറുകൾ ലൈവ് സംപ്രേഷണം നടത്തിയ നമ്മൾ ഇത് ചില ബുള്ളറ്റിനുകളിലെ ചില ലൈവുകളും ചില വാർത്തകളും മാത്രമാവും. പിന്നീട് ബുള്ളറ്റിനുകളിൽ 1-2 വാർത്തയാവും. ചിലപ്പോൾ അത് കഴിഞ്ഞ് ഹെഡ്ലൈനിൽ നിന്ന് തന്നെ അതങ്ങ് മാഞ്ഞു പോകും. പിന്നീട് ഒരു സാധാരണ വാർത്തയാവും, ഒരു ഫൂട്ടേജ് ആവും, ഒരു വരിയാവും, ഏതെങ്കിലും ഇതേപോലുള്ള പ്രഭാത വാർത്തായാത്രകൾ. അങ്ങനെ ആകാൻ പാടില്ല വയനാടിൻ്റെ കാര്യത്തിൽ. കാര്യം വയനാട് നമ്മൾ ഇന്നേവരെ കണ്ടതിൽ വെച്ച് അസാധാരണമായ ദുരന്തമെന്ന് മാത്രമല്ല, ആ ദുരന്തത്തിൻ്റെ പുനരധിവാസം, രക്ഷാപ്രവർത്തനം അപാരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പുനരധിവാസവും അതേപടി ആക്കുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും പൂർണ്ണമായിട്ടും ആ വാർത്തയിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. മറ്റു വാർത്തകളില്ലാഞ്ഞിട്ടല്ല, ആ വാർത്തയിലും ജീവനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ വാർത്തയും ഇന്നു മുതൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുക കൂടി ചെയ്യും. അതേസമയം വയനാടിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അർജുൻ്റെ കാര്യത്തിലും ചില പ്രേക്ഷകർക്ക് ചില സംശയമൊക്കെ പ്രകടിപ്പിച്ചു. അർജുൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന്. അർജുൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതി കർണാടകയിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഞാനത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം അല്പസമയത്തിനുള്ളിൽ. മറ്റൊരു അപ്പോൾ നമുക്കിനി ദീപക് മലയമ്മയിലേക്കൊന്ന് പോകാം. ദീപക് മലയമ്മ, വെരി ഗുഡ് മോർണിംഗ്. ചില പ്രേക്ഷകർ ചോദിക്കുന്നു, കണക്കുകൾ ഏറ്റവും ഒടുവിൽ എത്രയാണ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. ഇന്നും സംസ്കാര ചടങ്ങ് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ വല്ലാതെ നമ്മുടെ കരളുലയിച്ച ഒരു സംസ്കാര ചടങ്ങാണ്. കൂട്ട സംസ്കാരം എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. കോവിഡിൻ്റെ കാലത്തൊക്കെ നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടു എന്നതിനും അപ്പുറം നമ്മൾ അത്രയും വലിയ സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നില്ല. ഇന്നെങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? ഇന്ന് എത്ര പേരുടെ ബോഡികളാണ് സംസ്കരിക്കാൻ സാധ്യതയുള്ളത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാർ പുറത്തുവിടുന്ന കണക്കെന്താണ്, ഔദ്യോഗികമായ കണക്ക്? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറ്റവും ഒടുവിൽ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 226 മരണവും 181 ആളുകളുടെ ശരീരഭാഗവും കിട്ടി എന്നുള്ളതാണ് ഒരു കണക്ക്. അത് പക്ഷേ ഇന്നലെ മന്ത്രി കെ രാജൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ ശരീരഭാഗം കിട്ടിയത് അത് ഒരാൾ എന്നുള്ള നിലയിലേക്ക് കൂട്ടരുത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ ഒഴുകിയെത്തി രക്ഷപ്പെട്ടു വന്നവരുണ്ടാകും എന്നുള്ള പ്രതീക്ഷ സർക്കാർ ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ക്യാമ്പുകളിലേക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട് തിരികെ എത്തും. ഇപ്പോൾ ആയവരെല്ലാം പൂർണ്ണമായും മരണത്തിന് കീഴടങ്ങി എന്നുള്ള നിലയിലേക്ക് സർക്കാർ കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളതാണ്. 186 പേരെയാണ് കാണാതായി എന്നുള്ള ഒരു കണക്ക് നിലവിലുള്ളത്. അതിലും കുറവ് വരും എന്നുള്ളത് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇനി അരുൺ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്നലെ നമ്മൾ കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പുത്തുമലയിൽ നിന്ന് കണ്ടത്. ആദ്യം 64 സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നു. അവിടേക്ക് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി എത്തുന്നു. കഴിഞ്ഞ ദിവസത്തിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസവും പോലും അവിടെ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു. ഇന്നലെ പക്ഷേ അതിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളാണ് അവിടെ നടന്നിട്ടുള്ളത്. 30 മൃതദേഹങ്ങൾ, പൂർണ്ണ തോതിലുള്ള 30 മൃതദേഹങ്ങൾ ഇന്നലെ ആദ്യഘട്ടത്തിൽ സംസ്കരിച്ചു. പിന്നീട് 154 മൃതദേഹങ്ങളുടെ ഭാഗങ്ങളാണ് സംസ്കരിക്കാനുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഓരോ നമ്പറിട്ട് ഓരോ കുഴിയിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചത്. ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നേരിട്ടു. കാരണം അവിടെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇന്നത്തെ